നമ്മുടെ കേസ് ജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വക്കീലിന് ആരോ അയച്ചു കൊടുത്തു. കോടതിയിൽ നമുക്കെതിരെ അവന്തിക കെട്ടിച്ചമച്ച തെളിവുകളെല്ലാം ആരതി വക്കീലിന് കിട്ടി. ദൈവം എന്നതുണ്ടെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ ഇടയായിട്ട് നിങ്ങൾക്ക് എന്തോ മാറ്റമുണ്ട്. എന്ത് മാറ്റം? നിങ്ങൾക്കെന്താ അവളുടെ പിന്നാലെ ഒരു ചുറ്റിക്കറക്കം? ഏതവളുടെ? ആ സമൃദ്ധയുടെ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. നിന്ന് ചെലക്കാതെ നിനക്ക് മനസ്സിലായ കാര്യമൊന്ന് പറയടി. രാവിലെ അവൾ അമ്പലത്തിലേക്ക് പോയി. അതിന്റെ പിന്നാലെ നിങ്ങളും പോയി. അവള് തിരിച്ചു വന്നു. ആ സമയത്ത് തന്നെ നിങ്ങളും വന്നു. അതിനെന്താ കുഴപ്പം? ഇപ്പോ അവള് മുകളിലേക്ക് തുണിയെടുക്കാൻ ബാൽക്കണിയിലേക്ക് പോയി. പിന്നാലെ നിങ്ങളും പോയി. അവിടെ വെച്ച് നിങ്ങൾ എന്താ അവളോട് പറഞ്ഞത്? എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടാണോ അവള് വെപ്രാളത്തോടെ ഓടിപ്പോയത്? ബാൽക്കണിയില് നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി? കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇന്നും വേണോ നിനക്ക്? വെട്ടും കുത്തും കൊണ്ട് ഈ മുറി കിടന്ന് പട്ടിയെ പോലെ എഴിഞ്ഞപ്പോ ഈ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ഒരെണ്ണം കൂടി തരട്ടെ. അപ്പൊ നിന്റെ മനസ്സിലെ ഈ അസൂയയും കുശുമ്പും എല്ലാം മാറിക്കിട്ടും. ഞാനൊരു പാവമായതുകൊണ്ടല്ലേ രാജീവേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എങ്ങനെ പെരുമാറുന്നത്? ഞാനല്ലാതെ രാജീവേട്ടന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ള സത്യം പറ. ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. നല്ല തീരുമാനം. അപ്പോ ഞാൻ വക്കീലിനെ വിളിച്ച കാര്യം പറയാം. എന്ത് കാര്യം? ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കാൻ. ഞാൻ വയ്യാതെ കിടന്നപ്പോ നീ എന്നോട് ചെയ്തതൊന്നും എനിക്കിതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാ ഇതെന്റെ 2ാം ജന്മം. ആ ജന്മത്തിൽ എന്റെ ലൈഫിൽ നിന്ന് ഒഴിയാൻ നീ സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്കിപ്പോ താല്പര്യമില്ല. അല്ല, എന്നെ ഉപേക്ഷിക്കുന്നാണോ രാജീവേട്ടൻ പറഞ്ഞു വരുന്നത്? പഴയതൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്നോട് പെരുമാറുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതല്ല, പഴയ രീതിയിലാണ് നിന്റെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ 100% നിന്നെ ഞാൻ ഉപേക്ഷിക്കും. അയ്യോടാ, ഡിവോഴ്സ് ചെയ്യാനെങ്കിൽ വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. അമ്മൂട്ടിയും ഇന്ദുമോളും ഒക്കെ എവിടെ? കാണുമ്പോ തന്നെ ഓടി വരണ്ടാണല്ലോ. അപ്പുറത്തെ ക്ലബിന്റെ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുക. സ്കൂളിൽ നിന്ന് വന്ന പാട് രണ്ടും കൂടെ അങ്ങോട്ടോടി. ഇത് നിനക്ക്. എനിക്കോ? അതിന് ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഈ വീട്ടിലെ കൊച്ചു കുട്ടികളുടെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നേ. പിടിക്ക്. പിന്നെ ഇതിവിടുത്തെ വലിയ കുഞ്ഞിനിരിക്കട്ടെ. 1 മാസം കഴിഞ്ഞ് ശമ്പളമൊക്കെ കിട്ടിയിട്ട് മതിയായിരുന്നു ഇതൊക്കെ. കിട്ടിയല്ലോ, അതുകൊണ്ടല്ലേ ഇതൊക്കെ മേടിച്ചേ. അതെങ്ങനെ? കനകാംബരൻ സാറ് ആദ്യത്തെ സാലറി എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഞാനും വിചാരിച്ചേ. സാർ എനിക്ക് സാലറി വെച്ച് നീട്ടിയപ്പോഴേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ ഇങ്ങനെയാത്രേ. അത് കൊള്ളാലോ. ഇത്രയ്ക്ക് കാരുണ്യവാനാണോ നിന്റെ മുതലാളി? ഡെപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ വാങ്ങിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും ശമ്പളം ആദ്യം കൊടുത്തത്. എന്തായാലും വേണ്ടില്ല, വാങ്ങുന്ന ശമ്പളത്തിന് ആത്മാർത്ഥമായിട്ട് തന്നെ നീ ജോലി ചെയ്താൽ മതി. അവിടെയുള്ളവരെല്ലാം നല്ല ആളുകളാ അമ്മേ, പ്രത്യേകിച്ച് ഗീത ചേച്ചി. ഗീത ചേച്ചിയോ? ആരായി ഗീത ചേച്ചി? കനകാംബരം മുതലാളി കഴിഞ്ഞ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ. അവര് സാറിന്റെ മാനേജറാ. ഓ, എന്നോട് വലിയ കാര്യാ. ആ
ഇങ്ങനെയുള്ള മനുഷ്യരുമൊക്കെ ഈ കാലത്തുണ്ടല്ലോ. അമ്മേ, കനകാംബര മുതലാളി ഒരു പ്രത്യേക മനുഷ്യനാ. സ്റ്റാഫിന്റെ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധയാ. മോനെന്താ എത്ര നേരത്തെ? ആ, നേരത്തെ വന്നു. ആഹാ, ഉം? ഇന്ന് നിന്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. ആ, ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായമ്മേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു കാര്യം ഇന്ന് സംഭവിച്ചേ. ആരതി വക്കീൽ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രസരിപ്പുണ്ടാവുന്നത് സ്വാഭാവികം. ഓടി ഓടുന്നു. വക്കീൽ കാണണമെന്ന് പറഞ്ഞതേ വേറൊരു വലിയ കാര്യം പറയാനാ. നമ്മുടെ കേസ് ജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വക്കീലിന് ആരോ അയച്ചു കൊടുത്തു. കോടതിയിൽ നമുക്കെതിരെ അവന്തിക കെട്ടിച്ചമച്ച തെളിവുകളെല്ലാം ആരതി വക്കീലിന് കിട്ടി. ഉയ്യോ. അച്ഛനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ച ഡോക്യുമെന്റ്സ് മുഴുവൻ എല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ നമുക്കത് ഗുണം ചെയ്യും. ഈശ്വര, സത്യമാണ് ഏട്ടനീ പറഞ്ഞത്. ഉം. അല്ല, ആരാ മോനെ ഇതൊക്കെ അയച്ചു കൊടുത്തേ? എവിടുന്നാണെന്നോ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ലമ്മേ. ആരോ കൊറിയർ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അയച്ചാളിന്റെ മേൽവിലാസം അതിൽ വെച്ചിട്ടില്ല. ഇതാരാ ഇപ്പൊ നമ്മളെ എങ്ങനെ സഹായിക്കും? ആ, അതാരായാലും അവർക്കതൊക്കെ എങ്ങനെ കിട്ടിയെന്നാ എനിക്ക് പിടികിട്ടാത്തെ. എന്തായാലും ആ തെളിവുകൾ കൊണ്ട് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാ ആരതി വക്കീല്. എന്റെ ദൈവമേ, നമ്മുടെ കഷ്ടകാലൊക്കെ തീരുവെന്ന് തോന്നുന്നു മക്കളെ. ഈ കുടുംബത്തെ നോക്കാൻ പഴങ്ങഞ്ഞിക്കട വരെ നടത്തി അമ്മ കഷ്ടപ്പെട്ടു. അതിന്റെ പേരില് ജയിലിൽ വരെ പോകേണ്ടി വന്നു. ഇപ്പെന്താ, കുടുംബം നോക്കാൻ ആരതിക്ക് വരെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഈ കേസ് ജയിച്ചാ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അമ്മ എന്റെ അനിയത്തിമാരെയും പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ആ, എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മ കടുപ്പത്തിലൊരു ചായ എടുത്തു വെക്കേ. ഏട്ടാ, ഏട്ടാ, ഇന്നെന്റെ ആദ്യത്തെ സാലറി കിട്ടി. ഇത് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ.